തിലകക്കുറി ചാർത്തിയൊരുങ്ങിയ പെണ്ണ്. മേലെ കാവിൽ ഇളനീർ കുടമേന്തിയ നാടൻ പെണ്ണ്. ഇലപൊഴിയും മേട്ടിൽ അതിരാണി കാട്ടിൽ നിലയറിയാതോടും പൂന്തിന്നൽ മാരൻ. അവരെന്നും തേടി സ്വപ്നലോകം സ്വർഗരാജ്യം നീലാകാശം തിലകക്കുറി ചാർത്തിയൊരുങ്ങിയ പെണ്ണ്. മലമേലെ കാവിൽ വാവിന്നാരാവിൽ പൂമാല പെണ്ണാളിൻ പൊൻകുഞ്ഞു പിറന്നു. താരഹാരങ്ങളേകുവാനായിരം കന്യമാ, വെണ്ണില കോടി നൽകുവാനായിരം തോഴിമാർ. അവരാരും കേൾക്കാതെ പേരെന്തെന്നോതി പൊൻകുഞ്ഞിൻ കാതിൽ പുതുമാരൻ തെന്നൽ കിളിയേ കാതുകുത്താൻ മുള്ളുമായി വാ. നീലാകാശം തിലകക്കുറി ചാർത്തിയൊരുങ്ങിയ പെണ്ണ്. മേലെ കാവിൽ ഇളനീർ കുടമേന്തിയ നാടൻ പെണ്ണ്. സരി മകരി സവാ ദവമപ സദസാ പൂമാല പെണ്ണിൻ പൊൻകുഞ്ഞിനു നാളെ തിരുവാതിര നാളിൽ ചോറൂണിനു നേരം. സ്വർണമാൻ പീടയോടുമീ പൂമുഖക്കോടിയിൽ സ്നേഹഗന്ധർവ വേണുവിൽ ചിന്തുകൾ കേൾക്കയായി. നിലയുറയും പാട്ടിൽ ചെത്തിപ്പോന്തേരിൽ പുതുമോളെ കാണാനണയുന്നു പൂതം കേൾപ്പൂ. കാൽച്ചിലമ്പിൻ താളമേളം നീലാകാശം തിലകക്കുറി ചാർത്തിയൊരുങ്ങിയ പെണ്ണ്. മേലെ കാവിൽ ഇളനീർ കുടമേന്തിയ നാടൻ പെണ്ണ്. ഇലപൊഴിയും മേട്ടിൽ അതിരാണി കാട്ടിൽ നിലയറിയാതോടും പൂന്തെന്നൽ മാരൻ. അവരെന്നും തേടി സ്വപ്നലോകം സ്വർഗരാജ്യം നീലാകാശം തിലകക്കുറി ചാർത്തിയൊരുങ്ങിയ പെണ്ണ്. നൈസ് നൈസ്. അപ്പൊ ഇതായിരുന്നു മനസ്സിലിരിപ്പ്. ശ്രേയ ചേച്ചി അർജു പൊളിച്ചു. എടാ എന്ത് പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും ഒരു മറ്റേ നല്ലൊരു ഭർത്താവിന്റെ ആ ഒരു
എല്ലാ ഗുണങ്ങളും നിനക്കുണ്ടടാ. എന്ത് റൊമാൻറ്റിക് ആടാ നീ. എന്താണ് പാറു ആ ഭർത്താവിന്റെ ഗുണങ്ങൾ? എന്താണ് ആ ഭർത്താവിന്റെ ഗുണങ്ങൾ പാറു? അല്ല ഭയങ്കര ലവിങ് ആണ് അങ്ങനെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. പറയൂ. എന്താണ് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നല്ലോ. സന്തോഷോ? അല്ല, സന്തോഷം ആ റോൾ ചെയ്തതിന്. അല്ല, നിങ്ങൾ വന്ന ഉടനെ ഈ ഞങ്ങൾക്കൊന്നും ഭാഗത്തേക്ക് കേൾക്കുന്നില്ല. എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ, എന്തായിരുന്നു ആ പരിപാടി? അതായത് ഇതൊരു ബീച്ചിലാണല്ലോ നടക്കുന്നത്. അപ്പൊ ബീച്ചിൽ കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഇത് വേണം കഴിക്കാൻ. കുറെ സാധനങ്ങൾ മീൻസ് കടൽ, അതൊക്കെയായിരുന്നു ആ കഴിക്കേണ്ട സാധനങ്ങള്. അല്ല കപ്പലണ്ടി, അങ്ങനെ സാധനങ്ങൾ. ഐസ്ക്രീം. അത് ഷാനെ നോക്കിയാ കാണിച്ചത്, അതുകൊണ്ടൊരു കപ്പലണ്ടി. അല്ല, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അത് വേണോ ചോദിക്കാൻ ഇതെന്താ സോഡാ സർവത്ത്? ആണല്ലേ. ഇത് ചിക്കൻ ഫ്രൈ. അതായിരുന്നു ഭാര്യ ഹാപ്പി ആണോ ഈ ഭർത്താവിന്റെ കൂടെ? ഓക്കെ, നമുക്ക് ചോദിക്കാം. ഭയങ്കര എക്സ്പ്രസീവ് ഒക്കെ ആയിരുന്നു അർജുൻ. ചേച്ചി അർജുൻ, മാം. ശ്രേയ, ആ ചേച്ചി. ഉഗ്രനായിരുന്നു പെർഫോമൻസ്. താങ്ക് യു മാം. ഒരു കംപ്ലീറ്റ് ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ അങ്ങ് അഭിനയിച്ച് തീർത്തു. ഭംഗിയായിരുന്നു കാണാൻ. താങ്ക് യു മാം. ഒരു പഴയ ചമ്മലുകളും ഒന്നും ഇല്ലാതെ ശരിക്കും ഒരു ഭാര്യയും ഭർത്താവും പോലെ തന്നെ തോന്നി. അതെ, ഇങ്ങനെ അല്ലേ, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ ബീച്ചിന്റെ ഒരു ഗ്രാഫിക്സ് ആണ് ബാക്കിൽ മുഴുവനും. അപ്പൊ ശരിക്കും ഞങ്ങളും അവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതിരത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതെ. പിന്നെ എന്തായിരുന്നു അർജുൻ, അത് കയ്യിൽ എന്തോ ഇട്ട് കൊടുക്കാനോ എന്തോ കൊടുത്തല്ലോ, ഗിഫ്റ്റോ? മോതിരം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവൾ പറ്റിക്കപ്പെട്ടു. അത് ചിരി. എന്നിട്ട് ഡാൻസ് കളിച്ചത്. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുക. നീ എങ്ങനെയാ അവളുടെ കൈ ചോദിച്ചത്? തരൂ രണ്ട് കൈകൾ. ഇഷ്ടപ്പെട്ടോ ഈ ആക്ട്? ആ, ഇഷ്ടായി മാം. ഇങ്ങനെ ഭാവിയിൽ ഒരു ഭർത്താവ് ആവാൻ ആഗ്രഹമുണ്ടോ? എനിക്കോ? ആ, പിന്നെ ഇങ്ങനെ തന്നെ ഇതുപോലെ ആയിരിക്കുമോ? ആയിരിക്കും. ഓക്കെ, അപ്പൊ പെൺകുട്ടികൾ എന്തായാലും സമീപിക്കും. എല്ലാരും കൈയടിച്ച് ചിരിക്കുക. എന്താ അർജുൻ, വളരെ മോശമായ അഭിപ്രായമാണല്ലോ ഇവർക്കൊക്കെ. ആണോ? പാട്ടിന്റെ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശരത് സാറാണ്. ഓ റിയലി? നമ്മുടെ സ്വന്തം ശരത് സാർ. അതെ അതെ. സാർ ഈ പിക്ചറൈസേഷൻ പ്രതീക്ഷിച്ചിരുന്നു സാറിന്റെ പാട്ടിൽ? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ഫ്ലോറിൽ സാറിന്റെ പാട്ട് പാടണം എന്നുള്ളത്. സാറിന് മുന്നിൽ പാടുന്നതിന്റെ പേടി നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നൊരു പ്രശ്നവും ഉണ്ടായിരുന്നു. ബീച്ചിലോ? ആ ബീച്ചിൽ കാറ്റടിക്കുമല്ലേ. ഓ, കടൽക്കാറ്റ് മോശമാണ്. കടൽക്കാറ്റ് മോശമാണ്, ഭയങ്കര മോശം. പിന്നെ അടുത്തത് ലിറിക്സ് എഴുതിയിരിക്കുന്നത് കൈതപ്പുറം സാറാണ്. പിന്നെ സിനിമ സാഗരം സാക്ഷി. പാടിയത് അല്ല, പാടിയത് എല്ലാ ഒരാൾ തന്നെ പറഞ്ഞു. ഇവനെല്ലാം ഈ ഭാര്യനെ കൊണ്ട് പറയിപ്പിക്കുക. ഇവന് ഒരു പണിയെടുക്കാൻ കഴിയും. എല്ലാം പറയട്ടെ. ഭർത്താവായി ഞാനും മിണ്ടില്ല എന്നൊക്കെ ഈ ഭാര്യ സംസാരിക്കട്ടെ. ഇവ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ തൊട്ടേ ശ്രേയ എവിടെ ക്യാരക്ടർ ശ്രേയ വരൂ, നമുക്ക് പോണ്ടേ. വാ മോളെ. മോനെ ദോശ കരിഞ്ഞു പോവും. അല്ല അർജുൻ, നീ ഒരു ഭർത്താവായാൽ എങ്ങനെയൊക്കെ ആയിരിക്കും? റൊമാൻറ്റിക് ആയിരിക്കും. ഓ, ഫുൾ ടൈമോ? ദോശ ചുടും റൊമാൻറ്റിക് ആവും, ദോശ ചുടും റൊമാൻറ്റിക് ആവും. അവള് ഓടി ഒളിക്കോടാ അവിടെ. ഓക്കെ, അത് വേണടാ. പിന്നെ തീർച്ചയായും ഉറപ്പായിട്ടും അവളെ സപ്പോർട്ട് ചെയ്യും ലൈഫിന് വേണ്ടിട്ട്. ലൈഫ് സപ്പോർട്ട്. അവളെന്താ ചാവാ അങ്ങനല്ല, ലൈക്ക് അവളെന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ആണെങ്കിൽ ഒരു നല്ല ഹസ്ബൻഡ് ആയിട്ട്. പ്രോബ്ലംസിൽ മാത്രമേ ഉള്ളൂ. അല്ല, അത് എന്താണ്? അല്ല, കല്യാണം കഴിഞ്ഞ എന്ത് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു അത് ശരി. അപ്പൊ നീ തീരുമാനിച്ചു ലൈഫ് പ്രോബ്ലംസ് ഉണ്ടാവുന്നു. അല്ല, അങ്ങനെയല്ല. ഇവൻ തന്നെ ആയിരിക്കും ഒരു പ്രോബ്ലം. പിന്നെ പ്രോബ്ലംസ് വരുമ്പോഴും അല്ലാതെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. പിന്നെ നന്നായി ടേക്ക് കെയർ ചെയ്യും. കരയിപ്പിക്കില്ല. ഹോട്ടലുണ്ട്, ഫുഡ് ഫ്രീ ആണ്. കുക്ക് ചെയ്യണ്ട, ഞാൻ കുക്ക് ചെയ്യും. വലിയൊരു ഓഫർ വേറെ ഇല്ല. അതെ, ഫുഡ് ഫ്രീ ആണ്. വെജിറ്റേറിയൻ. പിന്നെ അമ്മയുടെ ഗുലാബ് ജാമുൻ കഴിക്കാം. പിന്നെ ഭാര്യ പ്രത്യേകിച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ തന്നെ കുക്ക് ചെയ്തോളാം. അതുകൂടെ പറ. അല്ല, എന്റെ പേരെന്താ? വിഷ്ണു. അർജുൻ, നീ എന്നെ കെട്ടിക്കോ. ആ കല്യാണം നമുക്ക് ഇവിടെ നടത്തിയാൽ സീത ചേച്ചി സമ്മതിക്കോ? സന്തോഷത്തോടെ. അത്രയ്ക്കുള്ളൂ. അല്ല, മീൻസ് മെയിൻ ആയിട്ട് ഭാര്യക്ക് മൂഡ് സ്വിങ്സ് വന്നു, നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഭാര്യയുടെ എടി
എന്തൊക്കെയാണ് ചോദിക്കണം? ചോദിക്കട്ടെ അറിയണമല്ലോ. അറിയണ്ടേ ഇവന്? പിന്നെ എത്രയും പെൺകുട്ടികൾ കാണുന്നു നമ്മുടെ ഷോ. അല്ല, അങ്ങനെ മൂഡ് സ്വിംഗ് ഉള്ള ഒരാളിനെ കെട്ടാതിരിക്കുന്നതാടാ നല്ലത്. അല്ല അങ്ങനെ മൂഡ് സ്വിങ്സ് ഉണ്ടെങ്കിൽ എന്താണ് മൂഡ്? അല്ല അങ്ങനല്ല, അതിനനുസരിച്ച് സ്വിങ് എന്താണോ ആ സമയത്തുള്ള മൂഡ് അതിനനുസരിച്ച് ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് പ്രോബ്ലം. അവൾക്ക് എന്താണ് മൂഡ് ഞാൻ ആദ്യം നോക്കും. അതെ, അപ്പൊ തിരിഞ്ഞിരിക്കാൻ പറയാം. ദേഷ്യത്തിലാണെങ്കിലും ഞാൻ പറയും നിനക്ക് എന്നെ തല്ലണോടാ. ഇല്ല അങ്ങനൊന്നും ചെയ്യില്ല. എന്താണ് എന്താണ് പ്രശ്നം പ്രശ്നം എന്ന് ചോദിക്കും, പിന്നെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും, പിന്നെ അവള് സോൾവ് ചെയ്യും. എന്നിട്ട് അവള് സോൾവ് അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടി സോൾവ് ചെയ്യും. ഗുഡ് ബോയ്. അവൻ ചേച്ചി ചോദിക്കുന്നേ ഇല്ല അവനെ ഇവിടെ ഒരു കാര്യം പണ്ട് ഓർമ്മല്ലേ എന്റെ അമ്മ അങ്ങനെ കഴിഞ്ഞിട്ട് കാലം കൊറേ വളയ്ക്കാൻ കറിയത് മതി. ചേച്ചി വളഞ്ഞു. കറി വയ്യാണ്ടായി. ഇതിലിപ്പോ അർജുൻ കല്യാണം കഴിക്കാൻ മുട്ടി നിക്കുക എന്നുള്ള അല്ല രീതിയിലാണ് അയ്യോ സംസാരിക്കുന്നത്. അങ്ങനൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ശ്രേയ എന്നെക്കാട്ടും പ്രായമുള്ളതാണ്. അതുകൊണ്ടെന്താ? അതുകൊണ്ട് കുഴപ്പമില്ല. സച്ചിൻ ടെണ്ടുൽക്കർ. അയ്യോ പിന്നെ ഐശ്വര്യ റായ്. ആ അല്ല എന്റെ ലൈഫ് അടിപൊളിയായി കഴിഞ്ഞാലേ ഞാൻ കല്യാണം കഴിക്കും. പ്രിയങ്ക ചോപ്ര. പ്രിയങ്ക ചോപ്ര ഓക്കെ മൂത്ത കുഴപ്പമില്ല. ആൾക്കാരെ കല്യാണം കഴിക്കണോണ്ട് കുഴപ്പമില്ല. പ്രിയങ്ക ചോപ്ര ഓക്കെ ആണെന്ന് ശ്രേയ ഇഷ്ടമല്ല. അല്ല അങ്ങനെ എടാ എന്താടാ എനിക്കൊരു കുറവ്. എനിക്ക് അതെന്താണ് ഇവിടെ? എവിടേക്കോ അല്ല അവരുടെ പ്രശ്നങ്ങളൊന്നും തീരെ അതാ നീ ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 22. 22 ഉള്ളൂ. ഓ മൈ ഗോഡ്, ചിന്ന പയ്യൻ. ഓക്കെ, അപ്പൊ എത്ര വയസ്സിൽ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം? അങ്ങനൊന്നുമല്ല എന്റെ വീട്ടുകാർ അങ്ങനൊന്നല്ല എന്റെ വീട്ടുകാർ പറഞ്ഞത് വെൻ യു ഹാവ് എ ഗുഡ് ലൈഫ് ലൈക്ക് കാറ് വീട് അതൊക്കെ കഴിഞ്ഞാലേ ഒരു പെണ്ണിന് they will give permission കല്യാണം കഴിക്കാൻ. ടു മാരി എന്റെ അമ്മയുടെ ഇതാണ്. എന്താ വെച്ചാൽ വെറുതെ ഒരാളെ കെട്ടിക്കാന്നത് ശരിയല്ലല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് ദാറ്റ് ഗേൾ ഷുഡ് ബി ഷുഡ് ബി സേഫ് വിത്ത് മീ എന്നുള്ളൊരു അമ്മയ്ക്കൊരു ചിന്തന വന്നാ പിന്നെ എന്നെ കെട്ടിക്കും. ആക്ച്വലി വെരി ഗുഡ് ആണ്. അമ്മയ്ക്കൊരു ചിന്തന അപ്പടി ഒരു ചിന്തന പറട്ടും. അതെ, അമ്മ എനിക്കിനി താങ്ങാൻ പറ്റില്ല. എന്തായാലും പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചതുപോലെ തന്നെ തുല്യമായിട്ട് ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊരു ദാമ്പത്യ ജീവിതം പോലെ. നല്ല ഭാര്യ ചക്കിക്കൊത്ത ചക്കര സ്നേഹിച്ചു. പല ഭാഗങ്ങളും വളരെ ഭംഗിയായിട്ട് പാടി. അതുപോലെ തന്നെ പല ഭാഗങ്ങളും കുറച്ച് പാളിച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ആക്ടിൻ്റെ ഇടയിൽ പിന്നെ ഞാനത് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. കാരണം അത് കംപ്ലീറ്റ് ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനും. ഞാൻ എൻജോയ് ചെയ്തു. ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മുടെ സ്വന്തം ശരത് സാറിൻ്റെ കോമ്പോസിഷൻ, മനോഹരമായൊരു കോമ്പോസിഷൻ. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല, സാർ തന്നെ ഇതിലുള്ള എല്ലാം. ഞാനും ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്തു. നോക്കുമ്പോൾ അപ്പുറത്തെ പേപ്പർ നോക്കുമ്പോൾ മൊത്തം മാർക്കിംഗ് ആണ്. മാർക്ക് ചെയ്ത് പോവാണ്. ശരത്തേട്ടന്റെ പേപ്പറിൽ ലിറിക്ക് കാണാനില്ല, അത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും തയ്യാറായിക്കോളൂ. അതെ, പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നന്നായി, നല്ല രസമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പാട്ട് ഇതുപോലെ പെർഫോം ചെയ്ത് പാടാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അത് പക്ഷെ നിങ്ങൾ അതൊന്നും ആലോചിക്കാതെ വളരെ നൈസായിട്ട് റൊമാൻറ്റിക്കലി അത് പെർഫോം ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഗോഡ് ബ്ലെസ് യു ബോത്ത്. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ പുലിമടയിലേക്ക് കയറാം. അതെ, ഡോർ തുറക്കൂ. അർജുൻ, ശ്രേയ ഇതൊക്കെ എൻ്റെ ഒരു പാട്ടെടുത്തോണ്ട് വന്നതിൽ കുറേ സന്തോഷം. താങ്ക് യു സർ. ഈ ഒരു പാട്ട് ഓക്കെ ആക്കിയത് നമ്മുടെ സിബിച്ചേട്ടനും ലോഹിത നമ്മളെ വിട്ടു പോയ ലോഹിച്ചേട്ടനൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു കേട്ടോ. അതെന്തൊക്കെയായാലും നിങ്ങൾ നന്നായിട്ട് പാടിയെന്ന് ഞാൻ പറയില്ല, പക്ഷെ ആക്ട് നന്നായിരുന്നു കേട്ടോ. അർജുനെ, ഇപ്പം എനിക്ക് ഈ തൊണ്ട ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒന്ന് പാടിത്തരാനുള്ള ഒരു പറ്റാത്തൊരു അവസ്ഥയാണ്. അത് അടുത്ത ഷെഡ്യൂളിനെങ്കിലും ഞാനിത് നിങ്ങൾക്ക് പാടിത്തരാം. കുറേ ഏരിയാസ് കുഴപ്പങ്ങളുണ്ട് രണ്ടുപേരും കേട്ടോ. അത് ശരിയായിക്കോളൂ. നിനക്ക് കുറച്ച് ശ്രുതിയായിരുന്നു ഭീകര പ്രോബ്ലം അർജുൻ കേട്ടോ. അപ്പം അത് ശ്രദ്ധയോടെ നമ്മൾ ഒരു പോസിറ്റീവ് പാട്ടല്ലേ ഇത്. അപ്പം നമ്മൾ അത് കൃത്യമായിട്ടൊരു ശ്രുതി ചേർന്ന് എല്ലാ എലിമെൻസും വേണം, എങ്കിലേ അത് ഒരു കംപ്ലീഷൻ വരത്തുള്ളൂ. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അങ്ങനല്ലേ, അല്ലറ ചില്ലറ തട്ടിമുട്ടിയൊക്കെ സ്നേഹം ഉള്ളപ്പം തട്ടിമുട്ടിയൊക്കെ ഇരിക്കും എന്ന് പറയും. പക്ഷെ ആ കുടുംബത്തിലുള്ള ഒരു സ്നേഹം, ഒരു എന്താ പറയുക ഹാർമണി, അതാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന പോലെ. ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് പാട്ടെന്ന് പറഞ്ഞു വരുമ്പോൾ അത് കൃത്യമായിരിക്കണം. ഇത് നമ്മളൊരു കല്യാണം നടക്കുന്ന വീട്ടിൽ പാടുകയല്ല നിങ്ങൾ. അങ്ങനെ ആകിയത് ഓക്കെയാണ്, സൂപ്പർ.
പാടിയത് ബോറായെന്നല്ല പറയുന്നത് കേട്ടോ. അത് ഇനിയും കുറേയും കൂടെ നന്നാവാം. ഇപ്പം ചില നേരം നിങ്ങൾ പഠിച്ചതിൻ്റെ കുഴപ്പമുണ്ട് പ്രധാനമായിട്ട്, അതാ ഞാൻ പറയത്തുള്ളൂ. അത് അങ്ങനല്ല അത്. അപ്പം അതിനൊരു കൃത്യത കുറച്ചും കൂടെ വരണം. വരുമ്പോൾ അത് നന്നാവും. എന്തൊക്കെയാലും എൻ്റെ തൊണ്ട ശരിയായിട്ട് ഞാനിത് ഒറിജിനൽ പാടിത്തരാം. ഇനി എവിടെങ്കിലും പാടുമ്പോൾ നന്നായിട്ട് തന്നെ പാടുക. തെറ്റ് അങ്ങനെ ഭീകര തെറ്റുകളില്ല, ചെറുതിയായി തന്നെ. പക്ഷെ അത് മിസ്റ്റേക്കാണ് കേട്ടോ. അവസാനത്തെ എന്തായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്തായിരുന്നു ആ പോസ് നോക്കട്ടെ, ഒന്ന് കാണിച്ചേ, നമുക്കൊരു ചാൻസ്. അത് തന്നെയല്ലേ സാർ കാണിച്ചത്? ശ്രേയ പിന്നെ ഒരു കഠിനാധ്വാനിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഷാനിക്ക. അർജുൻ, ശ്രേയ, ഇപ്പം കമ്പോസർ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വോയിസ് ശരിയില്ലാത്തതുകൊണ്ടാണ് അത് പാടിയിട്ട്, അല്ലെങ്കിൽ അത് പാടി കറക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടുന്ന് വിടത്തുള്ളൂ രണ്ടുപേര്. അപ്പം ഒരു ഉഗ്രം പാട്ട്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ ആ ഒരു ആക്ട് അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തെറ്റില്ല. പാട്ട് കുറച്ച് പോയിട്ടുണ്ട്. ഞാൻ ആകെ ശ്രുതി എന്ന് മാത്രമേ എഴുതി വെച്ചുള്ളൂ. ശ്രുതിയാണ് ഏറ്റവും കൂടുതൽ രണ്ടുപേർക്കും ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് പോലെ പോയിക്കൊണ്ടിരുന്നത്. എസ്പെഷ്യലി അത് ഫസ്റ്റ് പല്ലവി തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ദ ഹോൾ ആക്ട് വർക്ക് ആയിട്ടുണ്ട്. നിങ്ങളെ ആ വരവും പിന്നെ ഈ കടകളിലേക്ക് നോക്കിയിട്ട് ഉപ്പിലിട്ട ക്യാരറ്റ്, ഉപ്പിലിട്ട നെല്ലിക്ക ഒക്കെ ഇങ്ങനെ കാണിച്ചതും, എന്നിട്ട് വേണ്ട അപ്പം തന്നെ ശ്രേയ വേണ്ട എനിക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നോക്കി. ആ ഹോൾ ആക്ട് രസമുണ്ടായിരുന്നു. നിങ്ങളുടെ മൂവ്മെന്റ്സും അതുപോലെ റിങ് കെട്ടിക്കഴിഞ്ഞിട്ട് ശ്രേയയുടെ ഡാൻസ് സംഭവങ്ങൾ അതൊക്കെ വർക്കൗട്ടായി. ശ്രുതി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം സാർ, കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. അത്രേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ കമ്പോസർ ഹിംസെൽഫ് പറഞ്ഞു കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഭർത്താവിന്റെ മാർക്ക് ചോദിക്കാം. ഓക്കെ, ശരത് സാർ, എന്തോ ഈ ഹസ്ബൻഡിന്റെ മാർക്ക് പറയും. ഹസ്ബൻഡിന് 8.5 മാർക്സ്. താങ്ക് യു സാർ. ഷാനിക്ക 8.4. താങ്ക് യു ഷാനിക്ക. ചേച്ചി എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഭർത്താവിന് 16.9. ഇനി ഭാര്യക്ക് ശരത് സാർ. ഭാര്യയ്ക്ക് 8.6. താങ്ക് യു സാർ. ഷാനിക്ക ഭാര്യയ്ക്ക് 8.5. താങ്ക് യു ഷാനിക്ക. ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള മാർക്സ് ഗാനക്കുടത്തിലേക്ക്. ഓക്കെ, സോ ടോട്ടൽ 17.1. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.